ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളുള്ളത് എൻ്റെ അമ്മോൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇവിടെ അമ്മോൻ്റെ മരുമോളെ കൂട്ടിക്കൊണ്ടുപോകലാണെന്ന്, അതായത് 7ാം മാസത്തെ ചടങ്ങ് ഒരു താഴ്ത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇവിടുത്തെ പരിപാടികളൊക്കെ എങ്ങനെയാണെന്നൊന്ന് കാണിക്കാം. ഇതിൻ്റെ വലിയ സിസ്റ്റർ ചെറിയ മോളാണ്. അപ്പോൾ അതാ ഒരു താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഓലെ വണ്ടി വന്നിക്കണേ. ഞാൻ വരാൻ കുറച്ച് നേരം വൈകി. എല്ലാവരും ഇവിടെ ഓൾറെഡി നേരത്തെ വന്നിട്ടുണ്ട്. പാച്ചു, അവിടെ ഒലപ്പം പോയി കളിച്ചോ? വാ താഴത്ത് പോയി നോക്കാം. താഴത്തേക്ക് ഇറങ്ങാം. ഇതിന്റെ ബാക്കിക്കാരൊക്കെ ഇതിന്റെ ഏട്ടത്തിന്റെ കുട്ടി, ഇതിന്റെ അമ്മോന്റെ മോളാണ്. ഇതാരാ അറിയില്ല. അങ്ങനെ എന്താ ഞങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അവർ വന്നെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ചു നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഒരു 11 മണിക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കറിയായിരുന്നു ഓരോ വീട് വഴിക്കടവാണ്, അവിടുന്ന് അത്രയും നേരത്തൊന്നും വരൂലെന്ന്. അതുകൊണ്ട് ഞാനും ഇവിടുന്ന് ഒരു 11:30 ആയപ്പോഴാണ് അവിടെ എത്തുന്നത്. ഞാൻ എത്തിക്കഴിഞ്ഞിട്ടാണ് പിന്നെ ഓല് വരുന്നത് കേട്ടോ. വന്നപ്പോൾ ഒരു പെട്ടി 2 വാഴക്കൊലൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു ചടങ്ങാണ്. പക്ഷെ ഇപ്പം ആരും ഇങ്ങനെയൊന്നും ചെയ്യലില്ല. ഞാനൊക്കെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും കൊണ്ടുവരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ എന്തായാലും അവര് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക, അവർക്ക് വെള്ളമൊക്കെ കൊടുക്കുക, സംസാരിച്ചിരിക്കുക, അങ്ങനെയൊന്നും. നമുക്ക് ഓരോ ഫുഡ് കഴിക്കുന്ന വരെ ഒരു പണി എന്താ ചെയ്യേണ്ടതൊന്നും അറിയില്ല. പിന്നെ ഞാൻ അവിടെ പോയാൽ ഞങ്ങളൊക്കെ കുട്ടികളാണ്, അതുകൊണ്ട് ഞങ്ങളൊന്നും അങ്ങനെ പണിയെടുക്കൊന്നുമില്ല. വലിയോലെന്നെ ഒരുപാട് പേരുണ്ട് പണിയെടുക്കാൻ. പിന്നെ ഇവരെ ഫുഡൊക്കെ ഇരുത്തിയിട്ട് നമ്മൾ നേരെ കുഞ്ഞോളൊരുക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കും. എൻ്റെ ഫാമിലിയിൽ എന്താണാവോ, ഞാൻ അങ്ങനെ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല, ഒരുക്കാനൊന്നും അറിയൊന്നുമില്ല കേട്ടോ. പക്ഷെ എൻ്റെ ഫാമിലിക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് ഓൾമോസ്റ്റ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ തന്നെയാവും ഫുൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. നമുക്ക് റീല് മുഖ്യം ബിഗിലേന്നാണല്ലോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവ വികാസങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഷോർട്ട് ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ട് ഏകദേശം 1 lakh ആവാനായി യൂട്യൂബിലൊക്കെ അതിൻ്റെ വ്യൂവേഴ്സ് കേട്ടോ. പിന്നെ നമ്മളിത് എടുക്കുന്നത് ഇങ്ങനെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെ മാത്രമല്ല, അവർക്കൊന്ന് ആലോചിച്ച് നോക്കുക. ഇൻഷാ അല്ലാഹ് അവർക്കൊരു കുട്ടിയൊക്കെ ഉണ്ടായി, കുട്ടി വലുതാവുമ്പോൾ ഇങ്ങനെയായിരുന്നു അന്ന് കൂട്ടിക്കൊണ്ടുപോലെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാമല്ലോ. അതിനുള്ളൊരു മെമ്മറീസും കൂടിയാണ് ശരിക്കും നമുക്ക് ഈ യൂട്യൂബും വീഡിയോസൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ ആണ്. കുറച്ച് ഗോൾഡൊക്കെ ഇങ്ങനെ ഡ്രസ്സിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ആദ്യം ഒന്ന് ചെറിയൊരു ഷോട്ട് പോലെ എടുത്ത് വെക്കുക. എന്നിട്ട് പിന്നെ നോർമൽ എന്തായാലും ഇപ്പം നമ്മൾ ഒരുക്കുമല്ലോ, പെട്ടെന്ന് അപ്പം അർജൻറ്റൊന്നുമില്ല, മറ്റൊരു ഫുഡൊക്കെ കഴിക്കണുള്ളൂ. ആകെ ഒരു പൗഡറും മോയ്സ്ചറൈസറും വെച്ചിട്ടുള്ള മേക്കപ്പാണ് നമ്മൾ ഇന്ന് ചെയ്യണം കേട്ടോ. പൊതുവേ ഇവിടെ ഒന്നും ആരും അങ്ങനെ ഓവർ മേക്കപ്പ് ഐറ്റംസോ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യാറില്ല. നോർമൽ പൗഡർ, പിന്നെ കുറച്ചും കൂടി ഒരു വികസനം വന്ന ഒരു മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം മതി. പിന്നെ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രോഗ്രാം അല്ലല്ലോ, അത് കുറേ മേക്കപ്പിൻ്റെ ആവശ്യം ഇല്ലല്ലോ.
കരീന കത്തി കിട്ടണ്ടേ പേമാരി അപ്പൊ ലാസ്റ്റ് ഞങ്ങൾ എല്ലാരും ഫുഡ് ഒക്കെ ഇരുന്നിട്ട് എല്ലാരും നിങ്ങോട്ട് പോയിക്കാണി കാക്കപ്പ തന്നെ ഇരിക്കാൻ പാടില്ല ശരി ഒരു5 മിനിറ്റ് സങ്കടപ്പെട്ടു. അങ്ങനെ നല്ല ബീഫ് ബിരിയാണി ഒക്കെ അടിച്ച് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇൻഷാല്ലാ ഓരോ വീട്ടിലേക്കൊന്ന് പോകണം. അത് ചടങ്ങൊന്നുമല്ല കേട്ടോ, വെറുതെ ഒന്ന് പോകണം. കല്യാണത്തിന് പോയതാണ്, പിന്നെ പോയിട്ടില്ല. അപ്പം അതാ പുഷ്താത്ത ഇറങ്ങാണ്. കാക്ക ക്ഷീണിച്ച് അവിടെ ഒരു മൂലൊക്കെ കിടക്കുന്നുണ്ട്. എല്ലാവരും ചോറ് നിന്ന് നല്ല മന്ദപ്പടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ പരിപാടി. അപ്പോൾ നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.